അപ്പം എനിക്ക് ആ സമയത്ത് എൻ്റെ ബോഡി എങ്ങനെയാണ് എനിക്കറിയില്ല, അത് എങ്ങനെ ചെയ്യണം, അത് പറയണം എന്നുള്ളത് എനിക്കറിയില്ല. ആ കുറച്ചു നേരം ഞാൻ ഇരുന്ന് പോയി. അടിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു നടുവിലിട്ട് തന്നു. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് കുറെ കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തർത്ഥത്തിലാണ് എന്നെ അടിച്ചതെന്ന് ചോദിച്ചു. നമ്മൾ അറിയുന്നില്ല. ഹായ് ഗൈസ്, എന്റെ എല്ലാ സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ തൊപ്പിയുടെ അച്ചായൻ പുള്ളിക്കാരനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോൾ കത്തിപ്പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ അച്ചായൻ വിവാഹം കഴിച്ചതിന്റെ ഒരു പശ്ചാത്തലത്തിൽ അച്ചായന്റെ ഒരു ബന്ധുവിന്റെ വെളിപ്പെടുത്തൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അച്ചായന്റെ പണം പറ്റിച്ചിട്ടുണ്ടായിരുന്നുവെന്നും അച്ചായൻ പല അമ്പലങ്ങളിൽ വെച്ച് പലരും വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും നമ്മൾ ആ വീഡിയോയിൽ കേട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പലരും കണ്ടു കാണും അതൊക്കെ. ഇതിനെല്ലാം പിറകെ അച്ചായന്റെ ഒരു കാമുകി, അച്ചായൻ തന്നെ പരിചയപ്പെട്ട ഒരു പെൺകുട്ടി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പലർക്കും അറിയുന്നുണ്ടായിരിക്കും, ജിനു തോമസ് എന്നായിരുന്നു പുള്ളിയുടെ പേര്. പണ്ട് ജിനോ തോമസുമായിട്ടുള്ള പല സ്റ്റോറീസും ഈ പറയുന്ന അച്ചായൻ ഇടുമായിരുന്നു. അവസാനം അവനെ തേച്ചിട്ട് പോയി എന്ന രീതിയിലായിരുന്നു അച്ചായൻ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്ന് കരയുന്നുണ്ടായിരുന്നു. എന്തായാലും ജിനു തോമസിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ജിനു പറയുന്നത് 6 മാസം മുന്നെയാണ് അച്ചായനെ പരിചയപ്പെടുന്നു എന്നുള്ളതാണ്. ഏതോ പാർട്ടിയിൽ പോയ സമയത്താണ്, അവിടെ വെച്ചാണ് അച്ചായനെ പരിചയപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ആ ബന്ധം വളർന്നു, അവർ നല്ല സുഹൃത്തുക്കളൊക്കെയായി. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം അച്ചായൻ പറയുന്ന ജിനുവിനെ വിളിച്ചിട്ട് പറയുകയാണ്, എന്റെ അമ്മക്ക് തീരെ സുഖമില്ല, ഒരു ഹോം നേഴ്സിനെ നോക്കണം, നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന്. ജിനുവിനെ സംബന്ധിച്ച് ജിനുവിന് ഹോം നേഴ്സിനെ അറിയത്തില്ലായിരുന്നു. അങ്ങനെ അച്ചായൻ വീണ്ടും വിളിക്കുന്നു. ഇത്തവണ അച്ചായനുമായി സംസാരിച്ചത് അച്ചായന്റെ അമ്മയാണ്. അങ്ങനെ അമ്മയുമായി സംസാരിച്ചപ്പോൾ സംസാര ശൈലിയുമൊക്കെ, ജിനുവിന്റെ സംസാരമൊക്കെ അമ്മയ്ക്ക് വളരെ ഇഷ്ടമായി. അങ്ങനെ കുറച്ചു ദിവസം അമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മയെ സൃഷ്ടിക്കണമെന്ന ആഗ്രഹം ജിനുവിനുണ്ടായി. ആ ഇടപെടൽ കണ്ടിട്ടാണ് അമ്മയെ സൃഷ്ടിക്കണമെന്നുള്ളത് ആഗ്രഹം ഉണ്ടായതെന്നാണ് ജിനു പറയുന്നത്. അങ്ങനെയാണ് അച്ചായന്റെ വീട്ടിൽ പോയി ജിനു താമസിച്ചത്, അമ്മയെ പരിചരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് ജിനു തന്നെ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം. പോയപ്പോ ഈ പുള്ളി അപ്പം തൊപ്പിയായിട്ട് ലൈവ് ഉള്ള സമയമാണ്. പുള്ളി പോകുന്നു, 12 മണി 1 മണിയാകുമ്പോൾ വരുന്നു. നമ്മൾ നോർമലി ഡോറ് തുറന്നു കൊടുക്കുന്നു, പുള്ളി കയറുന്നു, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നോർമലി പോകുന്നു. ആ സമയത്ത് ഈ പുള്ളി ഒരു സംശയം, നമ്മൾ ആ പുള്ളിയുടെ ആരോ ആണെന്നുള്ള രീതിയിലുള്ള കോണ്ടാക്റ്റാ പുള്ളി നമ്മുടെ അടുത്ത്. അതായത് നമ്മളിങ്ങനെ ഭരിക്കത്തില്ല, ഇങ്ങനെ അത് ചെയ്യരുത്, ഇത് അങ്ങനെ ചെയ്യരുത്, നിന്നെ ഫോണിൽ ഇങ്ങനെ കോൾ വരരുത് എന്നുള്ള രീതി. നമ്മൾ ചേട്ടാ അത് പറ്റത്തില്ല, എന്റെ ഫ്രണ്ട്സ് വിളിക്കും, എന്റെ ഫാമിലി അതെന്റെ ഇഷ്ടമല്ലേ, അത് ചേട്ടനോട് പറയണ്ട, വീട്ടിൽ ഇരിക്കുന്ന ചേട്ടന് അതൊന്നും നോക്കേണ്ട കാര്യമില്ലെന്നു. ഇല്ല അങ്ങനെ പറ്റത്തില്ല ഒന്നുമില്ല. ഈ പുള്ളിക്കാരൻ ഫോൺ പിടിച്ച് തറയിലോട്ട് ഒരൊറ്റ അടി, എന്റെ ഫോൺ പൊട്ടിപ്പോയി. അങ്ങനെ ഞാൻ കിടന്ന് ഭയങ്കര കരഞ്ഞു, എനിക്കങ്ങ് വിറച്ചു പോയി. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു ഇത്. അപ്പൊ അവർ അമ്മ ചോദിച്ചു, എന്തുവാണ് നീ കാണിച്ചത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള ഒരു നോർമൽ ടോക്ക് സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് വീട്ടിൽ വിളിക്കും, അവർ ടെൻഷൻ അടിക്കും, ഒന്നാമത് ഇങ്ങനെയൊക്കെ എനിക്ക് ടെൻഷൻ അടിക്കും, എനിക്ക് എങ്ങനെയല്ലേ എന്റെ ഫോൺ ശരിയാക്കി താ, അല്ലെങ്കിൽ എനിക്ക് നാളെ എന്റെ ഫോൺ കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം എറണാകുളത്തുള്ള മൊബൈൽ കെയർ ഒരു ഷോപ്പുണ്ട്, അതിലെ താജു എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ, അവന്റെ ഫ്രണ്ടാ. ആ പുള്ളിക്കാരന്റെ ഷോപ്പിൽ പോകുന്നു, ഫോൺ പുതിയത് വാങ്ങിച്ചു തരുന്നു. വേറെ ഭയങ്കര, പിന്നെ പുള്ളി ടെൻഷന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ടെൻഷൻ ഉണ്ടായിരുന്നു, ആ പുറത്ത് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്താന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ വിട്ടു. ചിലപ്പം പോട്ടെ, അപ്പോഴും എന്റെ മനസ്സിലൊരു ഇതുണ്ട്, ടെൻഷനും കാര്യങ്ങളും ഉണ്ട്. നോർമലി പുള്ളി എനിക്ക് അവിടെ പോയിട്ട് ഒരു ഫോൺ വാങ്ങിച്ചു തരുന്നു. കാരണം എന്റെ ഫോൺ പോയിട്ടല്ല, ഞാൻ അങ്ങനെ ഔദാര്യം വാങ്ങിച്ച ഫോണൊന്നുമില്ല. പുള്ളി പറയുന്നതൊക്കെ അങ്ങനത്തെ ഡയലോഗുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നന്നാക്കി തന്നാൽ മതി എന്ന്. പക്ഷെ പുള്ളി എനിക്ക് വേറൊരു ഫോണായിട്ട് വാങ്ങിച്ചു തന്നു, അതും കടവായിട്ട് അവിടുന്ന് വാങ്ങിച്ചത് കേട്ടോ. പൈസ റെഡി ക്യാഷ് ഒന്നും. ഇന്നും ആ ചെറുക്കൻ എന്നെ കാണുമ്പോൾ എന്നോട് വിഷമം. ശരി, ആ കടക്കാരനെ മൂഞ്ചിച്ച്. എന്തായാലും അവസാനം ജിനു പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അതായത് ഫോൺ അടിച്ചു പൊട്ടിച്ചിട്ട് പുതിയ ഫോൺ മേടിച്ചതെങ്കിലും ഞാൻ വളരെയധികം ടെൻഷൻ അടിച്ചിട്ടാണ് ആ വീട്ടിൽ കഴിഞ്ഞതെന്ന്. അവിടെ ജിനുവിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, അത്രയധികം ടെൻഷൻ അടിച്ചിട്ട് അവിടെ എന്തിനാണ് ജീവിക്കുന്നത്? ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന പോരെ? ഇയാൾ ഇത്തരക്കാരനാണെന്ന് മനസ്സിലാക്കിയ നിമിഷം തന്നെ ജിനുവിനെല്ലാം ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. എന്നിട്ടും എന്തിനാ വീട്ടിൽ പിടിച്ചു നിന്നു? മേ ബി അമ്മയോടുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടാകാം. എന്തായാലും ഫോണൊക്കെ അടിച്ചു പൊട്ടിച്ചിട്ട് പുതിയ ഫോൺ മേടിച്ചു കൊടുത്തു. അതിനുശേഷം വളരെയധികം സോഫ്റ്റ് ആയിട്ടാണ് പെരുമാറിയെന്ന് ജിനു പറയുന്നുണ്ട്. അച്ചായൻ സോഫ്റ്റ് ആയിട്ടാണ് പെരുമാറിയെന്ന് ജിനു വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ജിനുവിന്റെ മനസ്സിൽ അച്ചായനെ കുറിച്ച് ഒരു ധാരണ വരാൻ തുടങ്ങി. അയാൾ ഇടയ്ക്കൊക്കെ ദേഷ്യം പ്രകടിപ്പിക്കുമെങ്കിലും ഉള്ളിൽ പാവമായിരിക്കും. അതിനുശേഷം അവര് തമ്മിലുള്ള ബോണ്ട് കുറച്ചുകൂടി വളർന്നു. അവരതിനുശേഷം ഒരുമിച്ച് പുറത്തു പോകാൻ തുടങ്ങി, ട്രാവൽ ചെയ്യാൻ തുടങ്ങി, സാധനം മേടിക്കാൻ തുടങ്ങി. ആ ലെവലിലോട്ടൊക്കെ ഇവരുടെ ബന്ധം പോയി. അതിനെക്കുറിച്ച് ജിനു പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. അങ്ങനായി കുറെ കഴിഞ്ഞപ്പോ
ഈ പുള്ളിക്കാരനുമായിട്ട് ഈ പുള്ളിക്കാരനുമായിട്ട് കുറച്ച് നല്ല രീതിയിലുള്ള ക്ലോസ് മിങ്കിളായി കഴിഞ്ഞപ്പോൾ എവിടെ പോയാലും നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യും. അതായത് പുറത്തൊക്കെ പോകുന്നത് അവിടെ തന്നെ എറണാകുളം തന്നെ പുറത്തോട്ട് പോകുമ്പോൾ സാധനം വാങ്ങിക്കാൻ പോയില്ല, അങ്ങനെ നമ്മൾ ഭയങ്കര കമ്പനിയായി, നല്ല ഫ്രണ്ട്ഷിപ്പ് പോലെ. അപ്പൊ അത് ശരി. ഇപ്പൊ ജിനു പറയുന്നത് നമ്മൾ ഒരുമിച്ച് പുറത്തു പോകും, സാധനം മേടിക്കാൻ പോകും, ട്രാവൽ ചെയ്യാൻ തുടങ്ങി. അപ്പോഴും ജിനു പറയുന്നത് നമ്മൾ നല്ല സുഹൃത്തുക്കൾ എന്ന് തന്നെയാണ്. പക്ഷെ ഇവരുടെ പ്രവൃത്തികൾ വെച്ച് നോക്കുന്ന സമയത്ത് ബോയ് ഫ്രണ്ട്സ്, ഗേൾ ഫ്രണ്ട്സ് എന്ന പ്രവൃത്തികളാണ്. ഇത് എന്റെ ചിന്താഗതി കൊണ്ടായിരിക്കാം. ഓരോരുത്തരും ഓരോ രീതികളാണല്ലോ. എന്തായാലും നമുക്ക് ബാക്കി കേട്ടു നോക്കാം. ഒരു ദിവസം പുള്ളിയുടെ സെയിം ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്നു. ഒരു ദിവസം പുള്ളി എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പുറകെ കൂടെ വന്ന ഒരൊറ്റ അടിയുണ്ട്. നമ്മൾ അറിയുന്നില്ലല്ലോ ഇതിങ്ങനെ സംഭവിക്കാന്നുള്ള, ഒരൊറ്റ അടി അടിക്കുന്നു. അപ്പൊ എന്റെ സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഈ ഓർക്കാപ്പുറത്ത് കിട്ടുന്ന ഒരു അടി എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ലെവൽ എന്തായി തീരുമെന്നറിയാലോ. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ അതിന്റെ പേരൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ആ ഒരു കണ്ടീഷനായിരുന്നു ഞാൻ കൊണ്ടിരുന്നത്. അപ്പം എനിക്ക് ആ സമയത്ത് എൻ്റെ ബോഡി എങ്ങനെയാണ് പോയത് എനിക്കറിയില്ല. അത് എങ്ങനെ ചെയ്യണം, എന്ത് പറയണം എന്നുള്ളത് എനിക്കറിയില്ല. ആ കുറച്ചു നേരം ഞാൻ ഇരുന്ന് പോയി. ആ ഒരു കണ്ടീഷൻ ആയപ്പോൾ അവരുടെ അമ്മ ചോദിച്ചു എന്തോ അടഞ്ഞു കാണിച്ചു അങ്ങനെ എങ്ങനെയാന്ന്. അടിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു അടി നടുവിലിട്ട് തന്നു. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് കുറെ കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തർത്ഥത്തിലാണ് എന്നെ അടിച്ചതെന്ന് ചോദിച്ചു. നമ്മൾ അറിയുന്നില്ല. ഓക്കെ, ഓർക്കാപ്പുറത്ത് ഇങ്ങനെ ഒരു അടി കിട്ടിയിട്ടും ജിനു അവിടെ പിടിച്ചു നിന്നല്ലോ. അതെന്തിനായിരുന്നു? അതാണ് എന്റെ ചോദ്യം. നിങ്ങൾ നോക്കിക്കേ, ആദ്യം മൊബൈൽ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചു. അപ്പോഴും ജിനുവിന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരായിരുന്നു. ജിനു അത് ചെയ്തില്ല. വീണ്ടും ഓർക്കാപ്പുറത്ത് അവളെ ഉപദ്രവിച്ചു. എന്നിട്ടും അവൾ ഇറങ്ങിപ്പോയില്ല. വീണ്ടും അവിടെ പിടിച്ചു നിന്നു. ജിനുവിനെ അവിടെ കെട്ടിച്ചുകൊണ്ടുവന്ന പെണ്ണല്ല അവിടെ ഇത്രയും പിടിച്ചു നിൽക്കാൻ. കമ്മിറ്റ്മെന്റിന്റെ പുറത്ത് അവിടെ നിൽക്കുമായിരുന്നു. അങ്ങനെ പറയായിരുന്നു. ജിനു അയാളുടെ കാമുകിയല്ല എന്നാണ് ജിനു പറയുന്നത്. കാമുകിയായിരുന്നെങ്കിൽ ആ കമ്മിറ്റ്മെന്റ് എങ്കിലും എന്ന് പറയാമായിരുന്നു. ആകെ അച്ചായനും ജിനുവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് സൗഹൃദ ബന്ധം മാത്രമായിരുന്നു. ആ ബന്ധത്തിന് പുറത്ത് ഇത്രയൊക്കെ ഉപദ്രവം ഉണ്ടായിട്ടും എന്തിനാണ് അവിടെ പിടിച്ചു നിന്നു എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിൽ എന്തോ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തായാലും ഈ കാര്യത്തിനൊടുവിൽ ഒരു ദിവസം ജിനു നിർത്തിപ്പോകാൻ നിൽക്കുമായിരുന്നു. ആ സമയത്താണ് തൊപ്പിയെ കൂട്ടി അച്ചായൻ കയറി വന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ജിനു പറയുന്നതെന്ന് നമുക്ക് കേട്ടു നോക്കാം. ഞാൻ പറഞ്ഞു വന്നത് പുള്ളി അന്ന് തൊപ്പി വന്ന് ഇടപെട്ടു. അവൻ വന്ന് ഇടപെട്ടിട്ട് പറഞ്ഞു ജിനു ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനലാ, നീ ക്ഷമിച്ചേക്ക് പോട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ലടാ എനിക്ക് പറ്റത്തില്ല, എനിക്ക് പോകണം എന്നുള്ള രീതിയിൽ ഞാൻ ഇരിക്കുക. അപ്പത്തേക്ക് ഇതുപോലെ തന്നെ അവർ അമ്മ എല്ലാവരും കൂടെ പിന്നെയും കാല് പിടിച്ചുള്ള രീതിയിൽ ക്ഷമിക്കുക, പുള്ളി ആവശ്യമില്ല. ഞാൻ പറയും എനിക്കിത് കേട്ട് നിൽക്കേണ്ട കാര്യം എനിക്കിവിടെ ഇല്ല, ഞാൻ ആരുമല്ല, വേറെ ആരും അല്ല, എനിക്കിതൊന്നും കേട്ട് നിൽക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ഓഫ് ഓൾ. അങ്ങനെ പറഞ്ഞപ്പോൾ ഇല്ല ഇനി നീ ഒന്ന് ക്ഷമിച്ചേക്ക്, ഞങ്ങൾ ഇടപെട്ടോളാം, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലാസ്റ്റ് ആൻഡ് ഫൈനലാന്നൊക്കെ പറഞ്ഞിട്ട് തൊപ്പി ഇനി ഞാനും ഇടപെടത്തില്ല, നിങ്ങളുടെ ഇങ്ങനത്തെ ഫാമിലി കാര്യങ്ങളിലൊന്നും ഞാൻ ഫാമിലി കാര്യം മീൻസ് ഇങ്ങനത്തെ അവരുടെ വീട്ടിൽ നടക്കുന്ന ഇഷ്യൂസിൽ അവൻ ഇടപെടത്തില്ല എന്നുള്ള രീതിയിൽ അവർ പുള്ളിക്കാരനോട് സംസാരിച്ചു കഴിഞ്ഞിട്ട് അവൻ പോയിട്ട് പിറ്റേ ദിവസം കുറച്ച് ദിവസം പുള്ളി നോർമലായിട്ട് സംസാരിക്കുന്നു, വലിയ ഷൗട്ടിംഗ് ഒന്നുമില്ല, നോർമലി ഉള്ള ഞാൻ അവരുടെ കാര്യം നോക്കുന്നു എന്നുള്ള രീതിയിൽ. പിന്നെ ഇത് തന്നെ അതാ പറഞ്ഞേ, ഈ ചിലവരുണ്ടല്ലോ എത്ര പഠിച്ചാലും അവരുടെ സ്വഭാവം എത്ര മറയ്ക്കാൻ നോക്കിയാലും അത് പുറത്ത് വരുമോ എന്നുള്ളത് കറക്റ്റാ. അതെനിക്ക് മനസ്സിലായി പുള്ളിയുടെ കാര്യത്തിൽ. ഇത് തന്നെ ഷൗട്ട്. ആ സമയത്ത് അവർ വീട് ഷിഫ്റ്റാ, അത് ഫ്ലാറ്റിൽ എന്തോ ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ട് തന്നെ അവിടുന്ന് മാറുന്നത് തന്നെയാണ്. അങ്ങനെ ലാസ്റ്റ് ഇവര് വേറെ വീട് നോക്കുന്നു. ഇപ്പൊ ആ സ്ഥലം ഞാൻ പറയുന്നില്ല. ആ സ്ഥലത്ത് അവര് പുതിയ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. വാടക വീട്ടിൽ പോയി താമസിക്കുന്നു. എല്ലാം വല്ല നമ്മളെ ഫാമിലി അപ്പോഴും അവിടെ എല്ലാവരും വൈഫ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. നോർമലി പുള്ളിയുടെ എന്ന് വെച്ചാൽ പുള്ളി ഇൻസ്റ്റാഗ്രാമിൽ ഓരോ ഇടുന്ന പോസ്റ്റും വൈഫി, എന്റെ വൈഫി വിത്ത് മൈ ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി തന്നെ അത് വിടുന്ന പോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ചായ കുടിക്കാൻ പോകുമ്പോൾ എടുക്കുന്ന നോർമൽ ഒരു നമ്മളിങ്ങനെ ഒരു ഷോപ്പിന്റെ കാണുമ്പോൾ എടുക്കില്ല, അതുപോലൊക്കെ ഉള്ള ഒരു വീഡിയോസ് അതിനെ എടുത്ത് പാട്ടൊക്കെ ഇട്ടിട്ട് വിത്ത് മൈ ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ക്യാപ്ഷൻ. അപ്പൊ ശരി, ഇവര് തമ്മിലുള്ള ഓരോ ഫോട്ടോകളൊക്കെ വളച്ചൊടിച്ചൊതുക്കി സോഷ്യൽ മീഡിയയിൽ കാമുകിയാക്കി അവതരിപ്പിച്ചു എന്നാണ് ജിനു ഇവിടെ പറയുന്നത്. ഇപ്പോഴും അയാളുടെ കാമുകിയല്ലെന്നാണ് ഇവർ ഉറപ്പിച്ചു പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ തെറ്റായിട്ട് പ്രസന്റ് ചെയ്യാൻ തുടങ്ങിയതോടെ അതിനെ ചൊല്ലി അച്ചായനും ജിനുവും തമ്മിൽ വഴക്കായി. അങ്ങനെയാണ് ആ വീട്ടിൽ നിന്നും ജിനു ഇറങ്ങിപ്പോയെന്നാണ് പറയുന്നത്. ഓക്കെ, നല്ല കാര്യം. അപ്പോഴെങ്കിലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തോന്നിയല്ലോ. ഇല്ല എങ്കിൽ ഇപ്പോഴും അനുഭവിക്കേണ്ടി വരുമായിരുന്നല്ലോ. അച്ചായന്റെ അമ്മയെ കുറിച്ച് ജിനു ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. അമ്മയുടെ സ്വഭാവം എന്തായിരുന്നു? വളരെ മോശമാണ്. നമ്മളെ അതാ ഞാൻ പറഞ്ഞ നമ്മളെ ട്രാപ്പിലാക്കുമെന്ന് പറയത്തില്ലേ, അമ്മയുടെ മോന്റെ പരിപാടി മെയിൻ ബിസിനസ് ആണെന്ന് ഞാൻ തന്നെ പറയാം. ഗേൾസിനെ വളച്ചെടുത്ത് ഈ പുള്ളിക്കാരൻ എല്ലായിടത്തും പറയും എന്റെ അമ്മയാണ് എനിക്കെല്ലാം. ഇപ്പോഴും പറയുന്നുണ്ട് എന്റെ അമ്മയാണ് എനിക്കെല്ലാം. ഈ അമ്മ തന്നെ ബാത്റൂമിൽ വീണ് കിടന്ന സമയത്ത് ആ സമയത്ത് ഞാൻ കണ്ടതാണ്. ഈ പുള്ളിക്കാരന് പുള്ളിക്കാരത്തി വയ്യാന്ന് പറയുമ്പോൾ പോലും അവിടെ എന്തെങ്കിലും ഒരു ടാബ്ലറ്റും കൊടുത്ത് അവിടെ ഇരുത്തുന്ന ഒരു മോനാണിത്. സത്യം പറഞ്ഞാൽ ഈ പുള്ളി പേടിപ്പിച്ചിരുത്തുക എന്നൊക്കെ പറയത്തില്ല, അതുപോലെയാണ് ആ പുള്ളിക്കാരി അവിടെ ഇരിക്കുന്നത്. പക്ഷെ പുള്ളിക്കാരിയുടെ സ്വഭാവം അത്ര നല്ലതൊന്നുമല്ല.
പുള്ളിക്കാരുടെ സ്വഭാവം എന്റെ അഭിപ്രായത്തിൽ, എനിക്ക് പേഴ്സണലി എന്റെ അഭിപ്രായം എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ കണ്ടതും കേട്ടതും അറിഞ്ഞതും വെച്ച് വളരെ മോശമാണ്. ഒരമ്മ എന്ന് വിളിക്കാൻ അവരെ പറ്റത്തില്ല. എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ജിനു ഇവിടെ പറയുന്നത് അച്ചായന്റെ അമ്മ പെൺകുട്ടികളെ വളച്ചൊടിച്ച് ട്രാപ്പിലാക്കുക എന്നാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട അച്ചായന്റെ ബന്ധുവിന്റെ വോയിസ് ക്ലിപ്പിലും ഇതൊക്കെ തന്നെയാണ് കേട്ടത്. ഒരുപാട് പെൺകുട്ടികളെ അമ്മ മുഖേന വലയിലാക്കിയിട്ടുണ്ട് അച്ചായൻ. ഇപ്പൊ കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കല്യാണം നടക്കാൻ കാരണം അച്ചായന്റെ അമ്മയാണെന്ന്. അപ്പൊ എന്തായാലും ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചു നോക്കുന്ന സമയത്ത് അച്ചായന്റെ അമ്മയുടെ സ്വഭാവം ഏകദേശം എല്ലാവർക്കും പിടിയിട്ടിക്കാണ്. അപ്പൊ എന്തായാലും ജിനു പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടെ കൂട്ടിക്കഴിച്ചു നോക്കുമ്പോൾ അച്ചായനിൽ നിന്നും നേരിടേണ്ടി വന്ന യാതനകളെ കുറിച്ചാണ് ജിനു ഇവിടെ പറഞ്ഞത്. അതിലൊരു കാര്യത്തിൽ മാത്രമേ എനിക്ക് ഡൗട്ട് ഉള്ളൂ. ഇത്രയൊക്കെ ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടും ജിനു എന്തിനാ അവിടെ പിടിച്ചു നിന്നു? ജിനു അതിലേക്ക് ഒരുപാട് ഉത്തരങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും എനിക്ക് കൺവിൻസിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. പുറത്ത് പറയാൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ അവർക്കിടയിൽ നടന്നിട്ടുണ്ടായിരിക്കാം. അത് പറയുകയും പറയാണ്ടിരിക്കുന്നതൊക്കെ ജിനുവിന്റെ ഇഷ്ടം. കാര്യങ്ങൾ മാറ്റിവെച്ചു കഴിഞ്ഞാൽ ജിനു പറഞ്ഞതും മറ്റുള്ളവർ പറഞ്ഞതെല്ലാം സെയിം കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് കേട്ടിട്ടില്ല. ഇത്രയും നാളും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് വെലസി നടക്കുമെന്ന് നമ്മുടെ അച്ചായൻ. ഇപ്പൊ അയാളുടെ സ്വഭാവം എന്താണെന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് എന്താണ് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ താഴത്തടിയിൽ കമന്റ് അടിക്കാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.